നടൻ അബു സലീം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വടക്കൻ പറവൂർ തുരുത്തിപ്പുറം ഭാഗത്താണ് അപകടമുണ്ടായത്. ലാൽ കൃഷ്ണ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ലാൽ, അദ്ദേഹത്തിന് കാര്യമായ പരിക്കെന്തെങ്കിലും ഉണ്ടോ? വടക്കൻ പറവൂർ തുരുത്തിപ്പുറം എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. അദ്ദേഹം സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നടൻ അബു സലീം സഞ്ചരിച്ച കാറാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ലാൽ കൃഷ്ണയുണ്ട്. ലാൽ, അബു സലീം അടക്കം എത്ര പേരുണ്ടായിരുന്നു ഈ രണ്ട് വാഹനങ്ങളിലുമായി? ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? പറവൂർ തുരുത്തിപ്പുറം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് 8 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അമ്മയുടെ ജനറൽ ബോഡി യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയുന്നത്. ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. അബു സലീം ഡ്രൈവറുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. പക്ഷേ വാഹനത്തിന്റെ മുൻവശം തകർന്നിട്ടുണ്ടെങ്കിലും അബു സലീമിനോ ഡ്രൈവറിനോ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് കാക്കനാടേക്ക് വരികയായിരുന്ന ദമ്പതികളും കുട്ടിയും അടങ്ങുന്ന ഒരു 3 അംഗ സംഘമാണ് എതിർവാഹനത്തിലുണ്ടായിരുന്നത്. ഇവരുടെ വാഹനം സാരമായി തകർന്നിട്ടുണ്ട്. വാഹനത്തിലുണ്ടായിരുന്ന ഇവർക്ക് 3 പേർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ പരിക്ക് സാരമായിട്ടുള്ളതല്ല. പറവൂരിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സാരമില്ലാത്ത പരിക്കുകളായിരുന്നാൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകി മടങ്ങിപ്പോകാം എന്നുള്ളതാണ് അറിയുന്നത്. അപകടം മഴ കൊണ്ട് ഉണ്ടായതാകാം. മഴ ആയതുകൊണ്ട് തന്നെ കാഴ്ചക്കേറ്റ പ്രശ്നമായിരിക്കും അപകടത്തിന് കാരണമെന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. എന്താണെങ്കിലും അബു സലീമിനോ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്കോ നിലവിൽ പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ളവരെ പരിക്കുകൾ സാരമുള്ളതല്ല എന്നും പറയുന്നു. ശരി, ലാൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.